നമ്മൾ വീഡിയോ എടുക്കുകയാണ് ചക്കരെ പറഞ്ഞു കൊടുക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് പാസ്പോർട്ട് എടുത്തെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ കിടക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെയാണ്. ലാസ്റ്റ് വീഡിയോയിൽ വലിയ ആൾക്കാർക്ക് അഡൽട്ട്സിന് എങ്ങനെയാണ് പാസ്പോർട്ട് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ നിങ്ങൾക്ക് നോക്കി കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെയാണ് പാസ്പോർട്ട് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ മാത്രമുള്ള വീഡിയോ. എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു, എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം, ഡോക്യുമെൻറ്റ്സ്, എവറിത്തിങ് എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ വീടിനുള്ളിൽ പോവാം. എൻ്റെ ബേബിക്ക് 8 മന്താണ്. അപ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് 7 മന്ത് ബേബി ആയിരുന്നു. സോ ആ സമയത്ത് എന്തൊക്കെ ഫോർമാലിറ്റീസാണ് ഉണ്ടായിരുന്നത്. സോ ഒരു ഇൻഫൻറ്റിന് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റിയാണ് ഉള്ളതെന്നുള്ള കാര്യം ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ആളടുത്ത് കിടന്ന് ഉറങ്ങിയാണ്, അപ്പോൾ ആൾ എണീറ്റു. സോറി. ആദ്യം തന്നെ നമ്മൾ അഡൽട്ട്സിനാണെങ്കിൽ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മളെ തമ്പ് ഇംപ്രഷൻ ഫോട്ടോസൊക്കെ അവരായിട്ട് എടുക്കും. നമ്മൾ ഫോട്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം പിള്ളേർ നിന്നതല്ല, അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് വേണം ഫോട്ടോ എടുത്തിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അറിയാം, വിച്ച് മീൻസ് പാസ്പോർട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അറിയാം കുഞ്ഞു പിള്ളേർക്ക് എത്രയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇരിക്കേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അതായിരുന്നു ചെയ്തത്. അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോയി ആ ഒരു കാര്യം ഇതാണ് എൻ്റെ സൈസ് എന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ പറഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. സോ തലയൊന്നും ചരിയാത്ത ബാക്ക്ഗ്രൗണ്ട് വൈറ്റായിട്ട് നല്ല അടിപൊളി ഒരു കുഞ്ഞ് ഫോട്ടോ ആയിരിക്കണം. അതായിരിക്കണം ഫസ്റ്റ് തിങ്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ കൂടെ പോകുന്ന പാരൻസ്, അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഉറക്കം എണീറ്റ് ഇനി ആളുടെ ശല്യം ചെറുതായിട്ട് തുടങ്ങും. അപ്പോൾ അവർക്ക് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. സ്പൗസ് നെയിം കമ്പൽസറിയായിട്ട് ആഡ് ചെയ്തിരിക്കണം. സ്പൗസ് നെയിം ആഡ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാൻ പറ്റൂ. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോകുന്ന ആൾ, കൂടെ വാവയും കൊണ്ടുപോകുന്ന ആൾ, ഇപ്പം ഞാനാണ് വാവയും കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ കയ്യിൽ സ്പൗസ് നെയിം ആഡ് ചെയ്യാനായിട്ട് ഞാൻ സ്പൗസ് നെയിം ആഡ് ചെയ്യാൻ കൊടുത്തിരുന്നു. സോ സ്പൗസ് നെയിം ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വാവയ്ക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റൂ. അപ്പം അങ്ങനൊരു പോയിൻ്റ് ഉണ്ട്. ഡോക്യുമെൻറ്റ് വാവയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കമ്പൽസറിയാണ്. പിന്നെ പാരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മാരേജ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആധാർ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പുറത്താണ് ഹസ്ബൻഡെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഫോട്ടോ എടുത്ത് കൊച്ചിൻ്റെ ഫാദർ അയച്ചെന്നാൽ പ്രിൻ്റ് എടുത്താൽ മതി. നല്ല ക്ലിയർ പ്രിൻ്റ് ആയിരിക്കണം. അതിൻ്റെ കൂടെ വിസ, ഇരിക്കുന്ന കൺട്രിയുടെ വിസ കാണുമല്ലോ, ആ വിസയുടെ കോപ്പി വേണം. പിന്നെ പാസ്പോർട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സീലടിക്കത്തില്ലേ, ആ സീലിൻ്റെ പേജും വേണം. ഇത്രയാണ് മെയിൻ. വേറെ ഒന്നിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. ഇത്രയും കൊണ്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ പ്രൂഫ് ആവശ്യം വന്നു. അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. എൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് മെയിൻ മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ എൻ്റെ ആധാർ ചോദിച്ചു, അതിൻ്റെ കൂടെ അറ്റാച്ച് ഒന്നും ചെയ്തില്ല. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ പിള്ളേരെ കൊണ്ടുപോകുമ്പോഴത്തേക്കും പ്രൊസീജിയേഴ്സ് ഈസിയായിട്ട് നടക്കും. പടപെടുന്ന കാര്യങ്ങൾ നടക്കും. ഒരിടത്തും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ കുഞ്ഞ് കരയാണെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള റൂമുണ്ട്, ചൈൽഡ് കെയർ റൂമുണ്ട്. അവിടെ കൊണ്ടുപോയി വാവയെ ഫീഡ് ചെയ്യാം. ഡസൻറ്റ് മാറ്റർ, എല്ലാവരും ആരാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. പിന്നെ സാധാരണ നമ്മൾ അഡൽട്ട്സൊക്കെ പാസ്പോർട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യണം. ടോക്കൺ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ. കുഞ്ഞിനെ കൊണ്ട് പോവുകയാണെങ്കിൽ ടോക്കൺ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. അവർ പെട്ടെന്ന് വാവയുടെ പേര് വിളിക്കും. അപ്പോൾ നമുക്ക് പോയി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ചില സ്ഥലത്ത് കൗണ്ടറിൽ പോകുമ്പോഴത്തേക്കും വാവയെ കാണിക്കാൻ പറയും, നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഫോട്ടോ കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ ഫോട്ടോ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിൻ്റെ ഫിംഗർ എന്താ പറയുന്നത്, അത് മറന്നുപോയല്ല സംഭവം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. തമ്പ് ഇംപ്രഷൻ വന്നിട്ട് അവർ വയ്ക്കും. ആ സമയം കുഞ്ഞിതാണോ, നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുള്ള കുഞ്ഞിതാണോ എന്ന് ചെക്ക് ചെയ്യും. വേറെ ഒന്നുമില്ല. പിന്നെ കൂടെ ഒരാളെ കൊണ്ടുപോവാം, അമ്മയോ അനിയത്തിയോ ആരാണേലും കുഴപ്പമില്ല. അവർക്ക് വാവി വച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ ആരാണോ അവരുടെ പാരൻറ്റ്, ആ പാരൻറ്റിന് എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിൽ കൊണ്ടുപോയി പ്രൊസീജിയേഴ്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ. പോയി കയറി ഒരു 15 മിനിറ്റ്സിൽ
പടപടപടപടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ ഐറ്റംസൊക്കെ കൊണ്ടുപോയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നമ്മുടെ ID പ്രൂഫ് എല്ലാം കമ്പൽസറി ആയിട്ട് വേണം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ പാസ്പോർട്ട്. കാരണം നമ്മളതിൽ സ്പൗസ് നെയിം ആഡ് ചെയ്തിട്ടില്ലേ, അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും കൂടെ കൊണ്ടുപോകണം. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ നമുക്ക് സെറ്റ് പാസ്പോർട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾ എടുക്കാൻ പോയി, ഞങ്ങൾക്ക് കിട്ടി. അല്ലേ വീടു, ഞങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടി. ബായ്. അപ്പോൾ എല്ലാവരും പോയി പാസ്പോർട്ട് എടുക്കുക. ഞാൻ ഒരുപാട് വീഡിയോസ് നോക്കി റെഫർ ചെയ്തു. എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. റെഫറൻസ് ചെയ്ത് എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ആരുമില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിയറായി പറയാൻ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് ബേസ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ കൺഫേമായിട്ട് മെസ്സേജ് റിപ്ലൈ തരുന്നതാണ്. യെസ്. പിന്നെ അനശ്വർ ഡി അങ്ങനെ ഒരു ഫോം ഉണ്ട് കേട്ടോ, അത് വന്ന് വാങ്ങിയിട്ട് പോകണേ. അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി, ഫില്ല് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ചില സമയങ്ങളിൽ ആ ഫോം കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോകുമ്പോൾ അവരായിട്ട് ഫില്ല് ചെയ്തോളൂ. വലിയ നമുക്ക് ഇഷ്ടമൊന്നും വേറെ കാര്യങ്ങളില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. എല്ലാവരും പാസ്പോർട്ട് എടുക്കുക, ആവശ്യമുള്ളവർക്ക് പാസ്പോർട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം.